നമസ്കാരം. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന് തടവ് ശിക്ഷ. തെളിവ് നശിപ്പിക്കലിന് 3 വർഷവും വ്യാജരേഖ ചമയ്ക്കലിന് 2 വർഷവും ശിക്ഷ. ഗൂഢാലോചനയ്ക്ക് 6 മാസം തടവ്. വിധി പറഞ്ഞത് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി. അപ്പീലിനായി ജാമ്യം അനുവദിച്ചു. MLA സ്ഥാനത്തിന് അയോഗ്യത. ആന്റണി രാജുവിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. നിരപരാധിയെന്ന് ആന്റണി രാജു. വെനസ്വലയിൽ അമേരിക്കൻ അധിനിവേശം. ലഹരി സംഘങ്ങളെ സഹായിച്ചെന്ന ആരോപണത്തിൽ സൈനിക സിവിലിയൻ കേന്ദ്രങ്ങളിൽ ആക്രമണം. പ്രസിഡന്റ് മദുറോയെയും ഭാര്യയെയും ബന്ദിയാക്കിയെന്ന് ട്രംപ്. മദുറോ നടത്തിയ കുറ്റകൃത്യങ്ങൾക്ക് വിചാരണ നേരിടണമെന്ന ആവശ്യം. വെനസ്വലയിൽ അടിയന്തരാവസ്ഥ കീഴടങ്ങില്ലെന്ന് വൈസ് പ്രസിഡന്റ്. സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് ഇറ്റലി ഉൾപ്പെടെയുള്ള സമീപ രാജ്യങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജോൺ ബ്രിട്ടാസ് എംപിക്കെതിരെ അടൂർ പ്രകാശ്. പോറ്റിയും ബ്രിട്ടാസും തമ്മിൽ ബന്ധമുണ്ടെന്ന് UDF കൺവീനർ. SIT അന്വേഷണം വേണമെന്നും ഫോൺ കോൾ പരിശോധിക്കണമെന്നും ആവശ്യം. പോറ്റി സോണിയാഗാന്ധിയെ കാണാൻ പോയത് പ്രസാദം നൽകാനെന്നും വിശദീകരണം. പോറ്റിയെ അറിയില്ലെന്നും അനാവശ്യമായി തന്റെ പേര് വലിച്ചിഴച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജോൺ ബ്രിട്ടാസ്. മാസങ്ങൾ പിന്നിട്ടിട്ടും നിർണായക കണ്ടെത്തലുകളില്ലാതെ SIT അന്വേഷണം. കേന്ദ്ര സർക്കാരിന്റെ പുതിയ തൊഴിലുറപ്പ് പദ്ധതിക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് കോൺഗ്രസ്. ഫെബ്രുവരി 1 രാജ്യവ്യാപക പ്രതിഷേധം. 4 മേഖലാ റാലികൾ സംഘടിപ്പിക്കാനും AICC തീരുമാനം. ജില്ലാ പഞ്ചായത്ത് തലത്തിലും പ്രതിഷേധത്തിന് ആഹ്വാനം. സമരം 45 ദിവസം നീണ്ടുനിൽക്കും. സാധാരണ ജനങ്ങൾക്ക് തൊഴിൽ നിഷേധിക്കാനുള്ള ശ്രമമെന്ന് KC വേണുഗോപാൽ. രാഹുൽ മാങ്കൂട്ടത്തിലിന് വീണ്ടും കുരുക്ക്. DGPക്ക് പരാതി നൽകി പീഡനക്കേസിലെ പരാതിക്കാരിയുടെ ഭർത്താവ്. വിവാഹിതയെന്ന് അറിഞ്ഞിട്ടും ബന്ധം സ്ഥാപിച്ചെന്നും കുടുംബജീവിതം തകർത്തുവെന്നും ആരോപണം. നിർബന്ധിത ഗർഭചിത്രത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സുഹൃത്തിന് മുൻകൂർ ജാമ്യം. വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിന് സൂപ്പർ ജയം. ജാർഖണ്ഡിനെ തോൽപ്പിച്ചത് 8 വിക്കറ്റിന്. സഞ്ജുവിനും രോഹൻ കുന്നുമലിനും സെഞ്ചുറി. വിജയലക്ഷ്യമായ 311 റൺസ്. കേരളം മറികടന്നത് 42.3 ഓവറിൽ. ന്യൂസിലാൻഡിനെതിരെയുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരും മുഹമ്മദ് സിറാജും ഋഷഭ് പന്തും മടങ്ങിയെത്തി. ഗിൽ നായകൻ. തൊണ്ടുമുതൽ തിരിമറി കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിന് തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി. ഇപ്പോൾ ആന്റണി രാജുവിന് നേരെ വലിയ പ്രതിഷേധമാണ് കോടതി വളപ്പിൽ കാണാൻ കഴിയുന്നത്. തെളിവ് നശിപ്പിക്കലിന് 3 വർഷവും വ്യാജരേഖ ചമക്കലിന് 2 വർഷവും ശിക്ഷ. ഗൂഢാലോചനയ്ക്ക് 6 മാസം തടവാണ്. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറഞ്ഞത്. അപ്പീലിനായി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആന്റണി രാജുവിനെതിരെ വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധമാണ് കോടതി വളപ്പിൽ കാണാൻ കഴിയുന്നത്. വിവരങ്ങളുമായി ആതിര ചേരുന്നു. ആതിര, ഈ വിധിയുടെ കാര്യങ്ങളിലേക്കൊക്കെ വരാം. ഇപ്പോൾ വലിയൊരു പ്രതിഷേധമാണല്ലോ കോടതി വളപ്പിൽ കാണുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണോ? എന്താണ് വിവരങ്ങൾ? അശ്വതി, തീർച്ചയായും കോടതി പരിസരത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. KSU അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കാണാൻ സാധിക്കുന്നത്. അല്പസമയം മുൻപാണ് ആന്റണി രാജു, 1-ാം പ്രതിയായിട്ടുള്ള ജോസ് കുറച്ച് സമയം മുൻപ് പുറകിലെ ഗേറ്റ് വഴി ഇറങ്ങിപ്പോയിരുന്നു. കോടതിയിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. ഓരോ ആൾജാമ്യത്തിന്റെ ബലത്തിലാണ് ഇപ്പോൾ നിലവിൽ ഏതായാലും ജാമ്യം ഇരു പ്രതികൾക്കും അനുവദിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരത്തിൽ ആന്റണി രാജു ഈ കോടതിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. കൂകി വിളിച്ചുകൊണ്ടായ പ്രവർത്തകർ ആന്റണി രാജുവിനെ കോടതിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൂകി വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച ഉൾപ്പെടെയാണ് കാണാൻ സാധിച്ചിരുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു ഉന്തും തള്ളും നിലവിൽ കാണുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഈ കാറിൽ ആന്റണി രാജുവിനെ കയറാൻ സമ്മതിക്കാതെ പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഈ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ തിരുവനന്തപുരം നഗരത്തിലൊട്ടാകെ നടത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും ഒക്കെ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ പ്രതിഷേധം നടത്തിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ഏതായാലും പ്രതിഷേധം ശക്തമാകുന്ന ഒരു കാഴ്ചയാണ്.
പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു കാഴ്ച, പ്രവർത്തകർ പോലീസിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ച നിലവിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ്, ഒരു സംഘർഷത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് നിലവിൽ ഏതായാലും കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പ്രതിഷേധം ശക്തമാകുന്ന കാഴ്ച തന്നെയാണ് ഈ നെടുമങ്ങാട് കോടതി പരിസരത്തിൽ നിന്നും നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ പ്രതികളെ നിലവിൽ ഏതായാലും 3 വർഷത്തെയാണ് കോടതി ശിക്ഷിച്ചിട്ടുള്ളത്. ഇരു പ്രതികളും കൂട്ടുത്തരവാദിത്തമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതി ഇരു പ്രതികളെയും ഇത്തരത്തിലൊരു ശിക്ഷ വിധിച്ചത്. അതിനുശേഷം തന്നെ പ്രവർത്തകർ ഈ നെടുമങ്ങാട് കോടതി പരിസരത്ത് ഒത്തുകൂടുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. കോടതി പരിസരത്ത് നിലയുറപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. ഈ ആന്റണി രാജു പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ പോലീസിന്റെ സുരക്ഷാ വലയത്തിലായിരുന്നു പുറത്തേക്ക് എത്തിച്ചത്. കാരണം അത്രത്തോളം പ്രവർത്തകർ ഇത്തരത്തിൽ പ്രതിഷേധവുമായി ഇവിടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. നിലവിലും പ്രതിഷേധം തുടരുകയാണ്. ഈ ആന്റണി രാജുവിനെ കാറിൽ കയറി പുറത്തേക്ക് പോകാൻ അനുവദിക്കാത്ത തരത്തിലായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നത്. അതിനെ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ നിലവിൽ ഏതായാലും ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം, പ്രവർത്തകരുടെ ഒരു പ്രതിഷേധമാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് അവരുടെ പ്രതികരണം എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കാം. പ്രവർത്തകരൊക്കെ തന്നെ ഈ റോഡിൽ ഒരു പ്രവർത്തകൻ പോലീസിന്റെ ഉന്തും തള്ളിലും താഴെ വീണ് നിൽക്കുന്നൊരു കാഴ്ചയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം, പ്രവർത്തകർ പോലീസിന് നേരെ ആക്രോശിക്കുന്ന ഒരു കാഴ്ച, പോലീസ് പ്രവർത്തകരെ മർദ്ദിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഏതായാലും പ്രവർത്തകർ നിലവിൽ ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിലൊരു വലിയ രീതിയിലുള്ള സംഘർഷം, ഈ പ്രതിഷേധം വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് മാറുന്ന കാഴ്ച കൂടിയാണ്. പ്രവർത്തകർക്ക് പരിക്ക് പറ്റി നിലത്തുൾപ്പെടെ വീണ് കിടന്നാണ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. പല പ്രവർത്തകർക്കും പരിക്ക് പറ്റിയിട്ടുള്ളതായിട്ടുള്ളൊരു വിവരമാണ് നിലവിൽ ഏതായാലും പ്രവർത്തകർ ഉന്നയിക്കുന്നത്. അത്തരത്തിൽ ഈ കോടതി പരിസരം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധക്കളമായി മാറുന്ന ഒരു കാഴ്ചയാണ് ഈ നിമിഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രവർത്തകരുൾപ്പെടെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ആന്റണി രാജുവിനെ പോലീസിന്റെ വലയത്തിലാണ് പുറത്തേക്ക് ഇറക്കിയിരുന്നത്. ആ സമയം മുതൽ തന്നെ പ്രവർത്തകരും ഇത്തരത്തിൽ പുറത്തേക്ക് കടക്കാനയക്കാതെ അല്ലെങ്കിൽ കാറിനെ മുന്നോട്ട് നീങ്ങാൻ അനുവദിക്കാത്ത തരത്തിലുള്ള പ്രതിഷേധം നടത്തിയിരുന്നു. ആന്റണി രാജു രാജിവെക്കണമെന്നും കൂക്കി വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമൊക്കെ ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണത്തോടു കൂടിയാണ് ആന്റണി രാജുവിനെ വാഹനത്തിൽ കയറ്റി പുറത്തേക്ക് എത്തിച്ചത്. അപ്പോഴും പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഒരു കാഴ്ച, നിലവിൽ ഏതായാലും ഒരു പ്രവർത്തകന് പരിക്ക് പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ആംബുലൻസ് ഉൾപ്പെടെ എത്തിയിട്ടുള്ള ഒരു കാഴ്ച. പ്രവർത്തകർ നിലവിൽ വലിയ ആദ്ര സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഈ പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസും എന്നുള്ളതാണ്. കലാശക്കൊട്ടിനും ഇതേപോലെ ആവശ്യമില്ലാത്ത തരത്തിൽ ഈ എസ് ഐ ഇതുപോലെയുള്ള പെരുമാറ്റം ഉണ്ടായിരുന്ന ആളാണ്. KSUവിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റാണ്. KSU നിയോജക മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ നിലവിൽ പരിക്ക് പറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രവർത്തകർ പറയുന്നത്. പരിക്ക് പറ്റിയ വ്യക്തി ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ നിലത്തുൾപ്പെടെ കിടന്ന് പലരും ഈ പ്രവർത്തകന്റെ മേൽ ചവിട്ടുന്ന ഒരു കാഴ്ചയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ പ്രവർത്തകർ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള രോഷത്തിലാണ്. ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിലേക്ക് പോവാം. മനുഷ്യരല്ലേ അവര് നീതിപൂർവമായിട്ടുള്ള കൃത്യമായ രീതിയിൽ ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ തങ്ങളെ മർദ്ദിക്കുന്ന തരത്തിലൊരു സമീപനമാണ് ഉണ്ടായതെന്നാണ് പ്രവർത്തകർ ആരോപിക്കുന്നത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നും പ്രവർത്തകർ ഏതായാലും പറയുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഈ നെടുമങ്ങാട് കോടതിക്ക് മുന്നിൽ നിലവിൽ ഉള്ളത്. ഈ പ്രവർത്തകർ ഉൾപ്പെടെ ഇവിടെ നിന്നും പോകാനുള്ള ഒരു സാധ്യത നിലവിൽ ഏതായാലും കാണുന്നില്ല. അവർ പ്രതിഷേധവുമായി തുടരാൻ തന്നെയാണ് നിലവിൽ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഇവിടെ ഉണ്ടായിരുന്നു. ഈ പരിക്കേറ്റ പ്രവർത്തകനെ ഇപ്പോൾ ആംബുലൻസ് വഴി ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തുന്ന കാഴ്ചയൊക്കെയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഈ പ്രതിഷേധം തുടരുന്നത് തന്നെയാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന
നിലവിൽ ഈ കോടതിയിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. കോടതി പരിസരത്ത് നിന്നും ഇരുവരും ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സമയത്തായിരുന്നു ഇത്തരത്തിൽ ഈ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഏതായാലും ഇവിടെ ഉടലെടുത്തത്. ആ പ്രതിഷേധം വലിയ രീതിയിൽ പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് വഴിമാറുന്ന കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. കാരണം അത്തരത്തിൽ ഈ പ്രവർത്തകരൊക്കെ തന്നെ വലിയ രീതിയിൽ ഇവിടെ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം ഇപ്പോൾ ഈ പരിക്കേറ്റ പ്രവർത്തകരെ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഏതായാലും നിലവിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ കോടതിയുടെ പരിസരത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രവർത്തകർ ഏതായാലും പിരിഞ്ഞുപോകാൻ തയ്യാറല്ല. ഇനിയും പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന പ്രതികരണം. അതിര, വിധിയുടെ കാര്യത്തിലേക്ക് വന്നാൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന് തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത് എന്നുള്ളതാണ്. ഈ തെളിവ് നശിപ്പിക്കലിന് 3 വർഷവും വ്യാജരേഖ ചമയ്ക്കലിന് 2 വർഷവും ശിക്ഷയാണ്. ഗൂഢാലോചനയ്ക്ക് 6 മാസം തടവ്. ഇങ്ങനെയാണ് കോടതിയുടെ ഒരു ശിക്ഷാവിധി എന്നുള്ളതാണ്. ഈ വിധിയുടെ പൂർണ്ണ രൂപം ലഭിച്ചിട്ടുണ്ടോ? വിധി പ്രസ്താവന എങ്ങനെയായിരുന്നു? കോടതിയുടെ നിരീക്ഷണങ്ങൾ എങ്ങനെയായിരുന്നു? അതിര, അശ്വതി, ഈ കോടതിയുടെ നിരീക്ഷണം എന്നത് പ്രധാനമായും ഈ ആദ്യം ഘട്ടത്തിൽ തന്നെ ഈ പ്രതി കുറ്റക്കാരനാണ്. ആന്റണി രാജുവും അതുപോലെ തന്നെ ജോസും 1-ാം പ്രതിയും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നെങ്കിലും പിന്നീട് ഇത്തരത്തിൽ കോടതി പരമാവധി ശിക്ഷ വേണമെന്നൊരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് പ്രോസിക്യൂഷൻ മേൽക്കോടതിയിലേക്ക് ഇതിന്റെ വിധി മാറ്റുവാനുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടൊരു ഉപഹർജി സമർപ്പിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ നിലവിലേതായാലും ഇത്തരത്തിലൊരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം കോടതി പിന്നീട് ഉച്ചയ്ക്ക് ശേഷം കോടതി ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഈ ഉപഹർജിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമില്ല, മേൽക്കോടതിയിലേക്ക് സമീപിക്കേണ്ട ഒരു സാഹചര്യമില്ല. നെടുമങ്ങാട് കോടതിക്ക് തന്നെ ശിക്ഷ വിധിക്കാനുള്ള ഒരു നീക്കമാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിലൊരു നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് ഇരു പ്രതികളുടെയും ഒരു കൂട്ടുത്തരവാദിത്തം കണക്കിലെടുത്തുകൊണ്ട് ഈ ഗൂഢാലോചനയ്ക്കും അതുപോലെ തന്നെ കള്ളത്തെളിവുണ്ടാക്കൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് 2 വർഷവും ഈ ഗൂഢാലോചനയ്ക്ക് 6 മാസം ഉൾപ്പെടെയുള്ള ശിക്ഷകളൊക്കെ തന്നെ ഇരു പ്രതികൾക്കും കൂട്ടായി തന്നെയാണ് വിധിച്ചിട്ടുള്ളത്. ഇരു പ്രതികളും ഈ ശിക്ഷകളൊക്കെ തന്നെ അനുഭവിക്കണമെന്നും കോടതി സൂചിപ്പിച്ചിരുന്നു. പക്ഷേ 409-ാമത്തെ വകുപ്പ്, ആ വകുപ്പാണ് ഏറ്റവും നിർണായകമായ വകുപ്പ്. കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്റെ വഞ്ചന പ്രതിപാദിക്കുന്ന വകുപ്പാണ്. ആ വകുപ്പ് പ്രകാരമാണ് ഇത്തരത്തിൽ ജീവപര്യന്തമായ തടവ് ശിക്ഷ ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് 1-ാം പ്രതിക്ക് മാത്രമാണ് നിലവിൽ ശിക്ഷ വിധിച്ചിട്ടുള്ളത്. 3 കൊല്ലം തടവ് ശിക്ഷയാണ് 409-ാം വകുപ്പ് പ്രകാരം വിധിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഇരു പ്രതികൾക്കും ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. 1 മാസത്തിന് ജാമ്യമാണ് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഉപാധികളൊന്നും തന്നെ ഇല്ല. 1 മാസത്തിനകം മേൽക്കോടതിയെ സമീപിക്കാനോ അപ്പീൽ നൽകുവാനോ പ്രതികൾക്ക് സാധിക്കും. മേൽക്കോടതിയെ സമീപിച്ച് വേണ്ട നടപടിക്രമങ്ങൾ ഈ ശിക്ഷ റദ്ദാക്കുവാനുള്ള സാഹചര്യത്തിലേക്കോ കടക്കുകയാണെങ്കിൽ അതിന് ഈ പ്രതികൾക്ക് കോടതി ഏതായാലും അത്തരത്തിൽ കടക്കാനുള്ളൊരു സാഹചര്യം അനുവദിച്ചിട്ടുണ്ട്. നിലവിൽ ഏതായാലും ഈ കോടതി പരിസരത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടരുകയാണ്. കോടതി നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയായെങ്കിലും പ്രതിഷേധം ഇപ്പോഴും തുടരുന്നൊരു കാഴ്ച തന്നെയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. അതിൽ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. എന്തായാലും അപ്പീലിനായി മേൽക്കോടതിയെ സമീപിക്കാം. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം 1990-ൽ നടന്ന കേസ് 19 വർഷത്തിന് ശേഷം വിധി വരുന്നു. മറ്റൊരു കാര്യം, UDF LDF മുന്നണികളിൽ നിലകൊണ്ട ഒരാൾ കൂടി ആണ് ഈ ആന്റണി രാജു എന്നുള്ളതാണ്. മന്ത്രിയായിരുന്ന സമയത്ത് 22 തവണയാണ് കേസിൽ അദ്ദേഹം ഹാജരാകാതിരുന്നത്. അങ്ങനെ മാറിപ്പോയ ഒരു കേസിലാണ് ഈ 19 വർഷത്തിന് ശേഷം വിധി വരുന്നത് എന്നുള്ളതാണ്. അത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. തീർച്ചയായിട്ടും. കാരണം 1990-ലാണ് ഈ പറയുന്ന കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ആൻഡ്രൂ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ പൗരൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് ഈ അടിവസ്ത്രത്തിൽ 61 ഗ്രാം ഹാഷിഷ് ഓയിൽ കടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ പിടിയിലാകുന്നു. അതിനുശേഷം തിരുവനന്തപുരം കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് ഈ പ്രതിക്ക് 10 വർഷം തടവിന് കോടതി ശിക്ഷ വിധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഹൈക്കോടതിയിൽ എത്തിക്കെത്തിയപ്പോഴാണ് കേസിന്റെ ഒരു ഗതി മാറുന്നത്. ഇത്തരത്തിൽ ഈ തൊണ്ടി മുതലിൽ ഒരു കൃത്രിമം കാണിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നതും ഹൈക്കോടതിയിൽ വെച്ചാണ്. ഹൈക്കോടതിയിൽ എത്തിക്കുമ്പോൾ ഈ അടിവസ്ത്രത്തിന്റെ വെട്ടിച്ചുരുക്കുന്ന ഒരു നിലയിലാണ് ഹൈക്കോടതിയിലേക്ക് ഈ തൊണ്ടി മുതൽ എത്തുന്നത്. അതിനുശേഷം ഈ പ്രതിക്ക് ഈ പ്രതിയുടെ അളവിനേക്കാളും വളരെ ചെറിയ അളവായിരുന്നു ഈ അടിവസ്ത്രം. അതുകൊണ്ട് തന്നെ പ്രതിക്ക് അത്തരത്തിലൊരു അടിവസ്ത്രം ഇടാനുള്ളൊരു സാഹചര്യം സാധിക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ഇത്തരത്തിൽ വെറുതെ ഈ ആൻഡ്രൂ എന്ന് പറയുന്ന വിദേശ പൗരനെ വെറുതെ വിടുന്നൊരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അതിനുശേഷം പിന്നീട് ഈ പ്രതി ഓസ്ട്രേലിയയിലേക്ക് പോകും. അവിടെ വെച്ച് ഒരു കൊലപാതക കേസിൽ ഓസ്ട്രേലിയൻ പോലീസിന്റെ പിടിയിലാകുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ഈ
സഹതടവുകാരനോട് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത്, കേരളത്തിലെ ഈ കേസിന്റെ കാര്യമൊക്കെ തന്നെ പറയുന്നത്. ആ സഹതടവുകാരനാണ് ഈ ഓസ്ട്രേലിയൻ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഈ കേസിനെ പറ്റിയുള്ള വിവരങ്ങൾ ഇത്തരത്തിൽ അറിയിക്കുന്നത്. അതിനുശേഷം ഈ ഉദ്യോഗസ്ഥർ ഇന്റർപോളിനെ വിവരം അറിയിക്കുന്നു. അതിനുശേഷം ഇന്റർപോളാണ് CBIക്ക് ഈ വിവരം കൈമാറുന്നത്. CBI ആണ് കേരള പോലീസിനെ ഈ വിവരം അറിയിക്കുന്നത്. അത്തരത്തിൽ ഇന്റർപോൾ മുതൽ തുടങ്ങുന്ന ബന്ധം ഉൾപ്പെടെ ഈ കേസിനുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് 1994 കേസ് രജിസ്റ്റർ ചെയ്യുന്നത് കേരള പോലീസ്. അതിനുശേഷം ഈ 94 ശേഷം ഈ 2025 എത്തുമ്പോൾ ഏകദേശം 34 വർഷത്തിന്റെ ഒരു കാലപ്പഴക്കം ഈ കേസിനുണ്ട്. ഏകദേശം 22 തവണയോളം ആന്റണി രാജു ഈ കോടതിയിൽ ഹാജരാകാതിരുന്നിട്ടുള്ളൊരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം 3 പതിറ്റാണ്ട് കാലത്തെ ഒരു ചരിത്രവും ഒക്കെ തന്നെ ഈ കേസിന് പറയാനുണ്ട് എന്നുള്ളതാണ്. ഈ 34 വർഷത്തിന്റെ ചരിത്രം, ഈ 34 വർഷത്തിനിടയിൽ പലതരത്തിലുള്ള വിചാരണ നീണ്ടുപോകുന്ന സംഭവങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ തന്നെ കോടതിയിൽ ഉണ്ടായിരുന്നു. അതിനൊക്കെ അവസാനമാണ് ഈ കോടതി, സുപ്രീം കോടതി ഉൾപ്പെടെ ആന്റണി രാജു സമീപിച്ചിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഈ വിചാരണ ഇത്രത്തോളം നീണ്ടുപോകാനുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടായത്. പിന്നീട് കോടതിയെ സമീപിച്ചപ്പോഴാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു കർക്കശമായൊരു നിർദ്ദേശം നൽകുന്നത്. 1 വർഷത്തിനുള്ളിൽ ഈ കേസിന്റെ വിചാരണ പൂർത്തിയാക്കണമെന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു നിർബന്ധം ഹൈക്കോടതി ഇത്തരത്തിൽ കോടതി സൂചിപ്പിച്ചിരുന്നു. അതിനെ തുടർന്നാണ് വിചാരണ വളരെ ഏകദേശം 2022 ഇതിനുമായി ബന്ധപ്പെട്ട വിചാരണകളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് പൂർത്തിയാകുന്നത്. അതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ ഏതായാലും ഈ കേസിൽ പ്രധാനമായും വിധി ഉണ്ടായിരിക്കുന്നത്. ആന്റണി രാജുവും അതുപോലെ തന്നെ 1-ാം പ്രതിയായിട്ടുള്ള ഈ കോടതിയുടെ ക്ലർക്കാണ് ഈ ജോസ് എന്ന് പറയുന്ന വ്യക്തി. ഇരുവരും കൂടിയാണ് ഇത്തരത്തിൽ ഈ തൊണ്ടി മുതലിൽ തിരിമറി കാണിക്കുന്നത് എന്ന് കോടതി കണ്ടെത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കേസിൽ ഇപ്പോൾ ഒരു ശിക്ഷാവിധി ഉണ്ടായിരിക്കുന്നത്. ഈ അടിവസ്ത്രത്തിന്റെ നൂല് ഇത് ചുരുക്കി വെട്ടിത്തയ്ക്കുന്ന സമയത്ത് ഈ അടിവസ്ത്രത്തിലെ 2 സമയത്തുണ്ടായിരുന്ന നൂലിന്റെ നേരിയ കളറിന്റെ വ്യത്യാസവും നിറത്തിന്റെ വ്യത്യാസവും അതുപോലെ തന്നെ തുണിയുടെ കാലപ്പഴക്കവും ശാസ്ത്രീയ പരിശോധനയിലൊക്കെ തന്നെ തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ഇത് ഈ കൃത്യമായ രീതിയിലുള്ള തെളിവിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ കേസ് കുറ്റം തെളിയിക്കപ്പെടുന്നതും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തതെന്നത്. അത്രത്തോളം 34 വർഷത്തിന്റെ ചരിത്രം അല്ലെങ്കിൽ ആ കാലപ്പഴക്കമുള്ള ഒരു കേസ് ഇന്ന് ഏതായാലും നിർണായകമായ കേസിൽ നിർണായകമായ വിധി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ആന്റണി രാജുവിന് അപ്പോഴും അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയ സ്വാധീനം ഒന്നും തന്നെ നിലവിൽ ഏതായാലും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയിട്ടില്ല. 34 വർഷത്തോളം ഈ കേസിനെ വലിച്ചിഴയ്ക്കാൻ സാധിച്ചുവെങ്കിലും അവസാന നിമിഷം അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. 2 വർഷത്തിൽ കൂടുതൽ ഒരു ജനപ്രതിനിധിക്ക് ഇത്തരത്തിലൊരു ക്രിമിനൽ കോടതിയിൽ കുറ്റക്കാരനാണ് അല്ലെങ്കിൽ ശിക്ഷ വിധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് അദ്ദേഹത്തെ ഇത്തരത്തിൽ ഈ MLA സ്ഥാനം ഉൾപ്പെടെ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ആന്റണി രാജുവിന് ഉണ്ടായിരിക്കുന്നത്. കോടതിയെ സമീപിച്ച് ഈ കുറ്റകൃത്യം സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു മാസത്തിനകം അപ്പീൽ പോകാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നിലവിൽ ഏതായാലും ഈ MLA സ്ഥാനം ഉൾപ്പെടെ തുലാസിലായിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ആ രാഷ്ട്രീയ രംഗത്തെ അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനം ഒന്നും തന്നെ നിലവിൽ ഏതായാലും അദ്ദേഹത്തെ തുണച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇരു പ്രതികളും നിലവിൽ ഏതായാലും ഒരു ആൾജാമ്യത്തിന്റെ ബലത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. 1 മാസത്തിനകം മേൽക്കോടതിയെ സമീപിക്കണമെങ്കിൽ സമീപിക്കാമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. ശരി ആദ്ര, തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിന് തടവ് ശിക്ഷ, തെളിവ് നശിപ്പിക്കലിന് 3 വർഷവും വ്യാജരേഖ ചമക്കലിന് 2 വർഷവും ശിക്ഷ, ഗൂഢാലോചനയ്ക്ക് 6 മാസം തടവാണ് ലഭിച്ചത്. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറഞ്ഞത്. അപ്പീലിനായി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ആന്റണി രാജുവിനെതിരെ കോടതി വളപ്പിൽ വലിയ പ്രതിഷേധമാണ് KSUവിന്റെയും ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മറ്റു വാർത്തകൾ നോക്കാം. വെനസ്വേലയിലെ വിമാനത്താവളങ്ങൾക്ക് നേരെ അമേരിക്കയുടെ ബോംബ് ആക്രമണം. 4 വിമാനത്താവളങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. ആക്രമണത്തെ തുടർന്ന് പ്രസിഡന്റ് നിക്കോളാസ് മദൂറോ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നിക്കോളാസ് മദൂറോയെ ബന്ദിയാക്കിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. കരാക്കാസിൽ അതിശക്തമായ ആക്രമണം തുടരുകയാണ്. പൗരന്മാർ വെനസ്വേലയെ വിടണമെന്നും അമേരിക്ക വ്യക്തമാക്കുന്നു. ലഹരി സംഘങ്ങളെ സഹായിച്ചെന്നാരോപിച്ചാണ് US-ന്റെ ആക്രമണം. വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ തുടരുന്നു. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഇഴഞ്ഞു നീങ്ങിയ SIT അന്വേഷണം. കേസിൽ കുറ്റപത്രം പോലും ഇതുവരെ സമർപ്പിക്കപ്പെട്ടില്ല. ഇത് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിന് വഴിയൊരുക്കുമെന്നാണ് ആക്ഷേപം. അതേസമയം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരണങ്ങളുമായി കോൺഗ്രസ് CPM നേതാക്കളും രംഗത്തെത്തി. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ SIT അന്വേഷണം ആരംഭിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രധാന പ്രതികൾ അറസ്റ്റിലായിട്ട് 60 ദിവസങ്ങൾ കഴിയുന്നു. എന്നാൽ ഇതുവരെയും കേസിൽ കുറ്റപത്രം SIT സമർപ്പിച്ചിട്ടില്ല. തുടർ നടപടികളുടെ ഭാഗമായി കൂടുതൽ അന്വേഷണങ്ങളും മന്ദഗതിയിലാണ്. ഇത് പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതിനും തെളിവുകൾ നശിപ്പിക്കുന്നതിനും ഇടവരുത്തുമെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. അതേസമയം കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയില്ലെന്നും താൻ വഴിയല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടതെന്നും UDF കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചു. ഞാൻ എൻ്റെ
നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ കള്ളനാണെന്നോ കാട്ടുകള്ളനാണെന്നോ കൊള്ളക്കാരനാണെന്നോ അറിഞ്ഞുകൊണ്ടല്ല അയാൾ എന്നെ കാണുന്നതും പരിചയപ്പെടുന്നു. അടൂർ പ്രകാശൻ എന്നല്ല ആരെ വേണമെങ്കിലും കേസിൽ ചോദ്യം ചെയ്യട്ടെ എന്നും പ്രതികളെ CPM സംരക്ഷിക്കുകയാണ് എന്നുമാണ് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. പോലീസ് ഇക്കാര്യത്തിൽ ആദ്യം മുതലേ ഈ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയ ശ്രമമാണ്. ഞങ്ങൾക്ക് ഹൈക്കോടതി പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷേ ഹൈക്കോടതി നിയമിച്ച SIT ആണെങ്കിലും SITയെ നിയന്ത്രിക്കാൻ സർക്കാർ പെടുന്ന പെടാപ്പാട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഗൗരവത്തോടെ കരുതലോടെ ഇരിക്കണമെന്നുള്ള കാര്യത്തിൽ ജനങ്ങളെല്ലാം ജാഗരൂകരാണ്. അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ കേസിൽ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഉയരുന്നത് എന്ന് മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചു. അല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ആരും ഇതുവരെ പറയാത്തൊരു കാര്യമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇതിന് പങ്കുണ്ട്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടെങ്കിൽ ആദ്യം അതിനേക്കാൾ തെളിവുള്ളത് അല്ലേ UPA ചെയർമാനായിരുന്ന സോണിയാഗാന്ധിയുടെ കാര്യം. അപ്പൊ ആദ്യം അത് ചോദ്യം ചെയ്തിട്ട് അതിനുശേഷം ഇത് ചോദ്യം ചെയ്യും. കേസ് കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറണമെന്ന ആവശ്യം ഉയരുന്നതിനിടയിലാണ് SIT അന്വേഷണം മെല്ലെപ്പോക്ക്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. VBG റാംജി നിയമത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ് 45 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധ പരിപാടികൾക്കാണ് കോൺഗ്രസ് തുടക്കം കുറിക്കുന്നത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കി സാധാരണ ജനങ്ങൾക്ക് തൊഴിൽ നിഷേധിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് സമരപരിപാടികൾ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. Congress Working Committee decided to launch a national-wide agitational campaign, Manrega Bachao Sankram, throughout the country. Basically, the design of the new law is very clear to kill Manrega, which is one of the best. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് നിയമത്തിന് പകരം VBG റാംജി നിയമം നടപ്പിലായെങ്കിലും പ്രതിഷേധം തുടരാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനം. പുതിയ നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി റാലികളും ധർണകളും സംഘടിപ്പിക്കുകയാണ് കോൺഗ്രസ്. പുതിയ തൊഴിലുറപ്പ് നിയമത്തിനെതിരെ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യാൻ ജനുവരി 8 മുതൽ സംസ്ഥാന നേതൃയോഗങ്ങൾ ചേരും. 10-ാം തീയതി മുതൽ ജില്ലാതലങ്ങളിൽ വാർത്താ സമ്മേളനങ്ങൾ വിളിച്ച് പുതിയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ദോഷവശങ്ങൾ വിശദീകരിക്കും. 11-ാം തീയതി ജില്ലാ കേന്ദ്രങ്ങളിൽ നിരാഹാര സത്യാഗ്രഹ സമരം നടത്തും. 12 മുതൽ 29 വരെ പഞ്ചായത്ത് തലത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. We are going to hold around 45 days long national campaigns, Manrega Bachao Sankram. പുതിയ രീതി പൂർണ്ണമായി നടപ്പിലാക്കുന്നതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരങ്ങൾ ഇല്ലാതാകുമെന്നും സ്ഥാപനങ്ങൾക്ക് അധിക ബാധ്യത ഉണ്ടാകുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. സമരങ്ങളുടെ തുടർച്ചയായി ഫെബ്രുവരി 1-ന് രാജ്യവ്യാപക പ്രതിഷേധവും 4-ന് മേഖലാ റാലികളും സംഘടിപ്പിക്കാനും കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടലിന് കുരുക്കായി വീണ്ടും പരാതി. അതിജീവിതയുടെ ഭർത്താവാണ് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയത്. തന്റെ കുടുംബജീവിതം രാഹുൽ തകർത്തുവെന്നും മാനനഷ്ടമുണ്ടായി എന്നും പരാതിയിൽ പറയുന്നു. രാഹുലിനെതിരെ കേസെടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. DGPക്കും മുഖ്യമന്ത്രിക്കുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ള പുതിയ പരാതി യുവതിയുടെ ഭർത്താവ് നൽകിയത്. തന്റെ കുടുംബജീവിതം രാഹുൽ തകർത്തെന്നും പരാതിയിൽ പറയുന്നു. രാഹുലിനെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ 86-ാം വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നാണ് ആവശ്യം. തന്റെ അസാന്നിധ്യം അവസരമാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതിക്കാരിയെ വശീകരിക്കുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഇത് വലിയ മാനനഷ്ടം തനിക്ക് ഉണ്ടാക്കി. വിവാഹിതയാണെന്നറിഞ്ഞിട്ടും രാഹുൽ തന്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചു. തന്റെ അസാന്നിധ്യം അവസരമാക്കിയ രാഹുൽ തങ്ങളുടെ പ്രശ്നം തീർക്കാൻ എന്ന് പറഞ്ഞാണ് രാഹുൽ സൗഹൃദം സ്ഥാപിച്ചത്. എന്നാൽ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം വഴിവിട്ട ബന്ധം രാഹുൽ സ്ഥാപിച്ചെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ യുവതിയുടെ ഭർത്താവിന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം കേസിൽ ഗർഭചിത്രത്തിന് മരുന്നെത്തിച്ചു നൽകിയ സുഹൃത്ത് ജോബി ജോസഫിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ബലാത്സംഗ പരാതിയിൽ സത്യം വിജയിക്കുമെന്നും സത്യം മാത്രമേ വിജയിക്കാവൂ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. അമൃത ന്യൂസ്, പാലക്കാട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ വിജയത്തിൽ CPMന് പങ്കുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. തിരുവനന്തപുരത്ത് CPMും BJPയുമായി വോട്ട് കച്ചവടം നടന്നു. അതിനിടയിൽ പോലും നല്ല രീതിയിൽ വോട്ട് സമാഹരിക്കാൻ UDFന് കഴിഞ്ഞു. തനിക്ക് ചാർജ് തന്നതിനു ശേഷം പരമാവധി വോട്ടുകൾ സമാഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞ തവണ 10 ആയിരുന്ന സീറ്റുകൾ ഇത്തവണ 19 ആക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. തൃശ്ശൂർ നടന്നതിൽ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് വോട്ട് ചേർക്കുമ്പോൾ BLOമാരൊക്കെ എവിടെ പോയിരുന്നു എന്ന്. BLOമാരിൽ എല്ലാവരും BJPക്കാരാണ്. എത്ര BLOമാരുണ്ടോ BJPയുടെ സംഘടനയിൽപ്പെട്ടവർ? മഹാഭൂരിപക്ഷം CPMകാരായിരുന്നു. ഇതൊക്കെ കൂട്ടുകച്ചവടമാണ്.
അത് മറച്ചു വയ്ക്കാൻ പച്ചക്കള്ളം പറഞ്ഞാലൊന്നും ഇവിടെ ചിലവാവില്ല. അതുകൊണ്ട് വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട്. അത് CPM-ഉം BJP ആയിട്ടുള്ള വോട്ട് കച്ചവടം. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP വലിയ മുന്നേറ്റം നടത്തുമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ്. വിഴിഞ്ഞത്തുൾപ്പെടെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് BJPയെ നോക്കിക്കാണുന്നതെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. കണ്ണൂർ പയ്യാമ്പലത്തെ മാരാർജി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ജില്ലയിൽ നിന്നൊക്കെ നിരവധി പ്രവർത്തകർ, അത് പ്രചാരകന്മാർ ഉൾപ്പെടെ കേരളത്തിലെ പല ഭാഗങ്ങളിലും വന്ന് പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഞങ്ങളൊക്കെ തന്നെ വേദനിച്ചിട്ട് കണ്ണൂർ ജില്ലയിലെ പ്രവർത്തകർ അനുഭവിക്കുന്ന ത്യാഗം അക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. തീർച്ചയായിട്ടും കണ്ണൂരിൽ മേയർ സ്ഥാനം ഏറ്റെടുത്ത് ആദ്യമായി കണ്ണൂരിൽ വരുമ്പോഴേക്കും ഞാൻ ആദ്യമേ പ്രവർത്തകരോട് പറഞ്ഞു, നമ്മുടെ പ്രവർത്തകരുടെ വിജയമാണ്. കേരളത്തിൽ ഒന്നും പ്രതീക്ഷിക്കാതെ പതിറ്റാണ്ടുകളായി ഇറങ്ങിത്തിരിച്ച പ്രവർത്തകരുടെ വിജയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ വരുമ്പോഴേക്കും മാരാർജിയുടെ എന്ത് തുടങ്ങുമ്പോഴും എല്ലാ BJP പ്രവർത്തകരും മാരാർജിയെ ഓർത്ത് മാരാർജിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ആരംഭിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മേയറായി ചുമതലയേറ്റത്. ഒരാഴ്ച ആകുമ്പോൾ തന്നെ ഇവിടെ വരാൻ കഴിയുന്നതിൽ അങ്ങേയറ്റം തന്നെ പ്രവർത്തനത്തിന് കൂടുതൽ ഊർജ്ജം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. വിഴിഞ്ഞത്ത് തെരഞ്ഞെടുപ്പ് വരാനുണ്ട്, അവിടെ വിജയസാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും വിഴിഞ്ഞത്ത് ഇപ്പോൾ കോർപ്പറേഷൻ ഭരണം BJPക്ക് ലഭിച്ചതോടെ അതിനുശേഷം ഞാൻ 2 തവണ വിഴിഞ്ഞത്ത് പോയിരുന്നു. ചെന്നപ്പോഴേക്കും ആ വാർഡൊക്കെ തന്നെ വളരെ വളരെ പരിതാപകരമായ അവസ്ഥ. ഞാൻ പോയത് ഒരു വലിയ കുളമുണ്ട് അവിടെ അന്വേഷിച്ചാൽ അറിയാം. ആ കുളത്തിന് കൈവേരി കെട്ടാൻ വേണ്ടി ഇത്രയും കാലം പറഞ്ഞിട്ടും LDF-ഉം UDF-ഉം മാറി മാറി ജയിച്ചിട്ടുണ്ട്, സാധിച്ചില്ല. ഒരു കുട്ടി കഴിഞ്ഞ ദിവസം വന്ന് ആ കുളത്തിനകത്ത് സൈക്കിളും കുട്ടിയും കൂടെ വീണു. ഇപ്പോൾ BJPയുടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ബിനു ആണ്. ആ കുട്ടിയെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ കോഴ വിവാദത്തിൽ ലീഗ് സ്വതന്ത്രൻ EU ജാഫറിന്റെ വാദം തള്ളി കോൺഗ്രസ്. കൂറുമാറി CPM-ന് വോട്ട് ചെയ്തതോടെ തന്നോട് ഫോണിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്രിമമാണെന്ന് മനസ്സിലായതായി കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് A മുസ്തഫ പറഞ്ഞു. അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റും വ്യക്തമാക്കി. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. LDF-ന് വോട്ട് ചെയ്യാൻ 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്ന ആരോപണം ജാഫർ നിഷേധിച്ചിരുന്നു. എന്നാൽ ജാഫർ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതിരുന്നതും പിന്നീട് മെമ്പർ സ്ഥാനം രാജിവെച്ചതും കോഴ വാങ്ങിയതിന് തെളിവാണെന്ന് മുസ്തഫ ആരോപിച്ചു. ജാഫർ കളവ് പറഞ്ഞ് ജനങ്ങളെ വീണ്ടും വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണ്. ധാർമ്മികതയുണ്ടെങ്കിൽ കോഴ വാങ്ങിയ പ്രസിഡന്റ് സ്ഥാനം CPM രാജിവെക്കണം. UDF നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും മുസ്തഫ പറഞ്ഞു. പ്രസിഡന്റിന് ഇപ്പോൾ ഒരു ഇതുമില്ലല്ലോ. കാരണം ജാഫർ വോട്ട് ചെയ്തപ്പോൾ CPM-ന് 8ഉം UDF-ന് 6ഉമാണ്. അപ്പോൾ ജാഫർ പോയി, അവിടെ 7 ഇവിടെ 6ആണ്. അപ്പോൾ ആ ഒരു മൈൻഡിലാണ് അവരണ്ട് വിട്ടയച്ചിക്കാണ്. നീ പോയിക്കോ, നീ എൻ്റെ ചുമതല ഇതാക്കിയില്ലേ, ഒന്ന് ഒതുങ്ങട്ടെ, പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി വരും, നീ രാജിവെച്ചാന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിലും അവർക്ക് തെറ്റി. ഞങ്ങളിത് ഒരു കാരണവശാലും ഇത് വിട്ടുകൊടുക്കില്ല, ഇതിൻ്റെ ഏതറ്റം വരെ പോവും. അതിന്റെ ഫുൾ കാര്യങ്ങൾ ഞങ്ങൾ പ്രസിഡന്റ് അനിൽ അക്കരക്കും ഷാനവാസിനും കൊടുത്തിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പറഞ്ഞു. CPM-ന്റെ MP-മാർക്കും MLA-മാർക്കും സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് കണ്ടെത്തണം. CPM ഏരിയ കമ്മിറ്റി അംഗം ബാബുവിന്റെ ശബ്ദരേഖ പ്രധാന തെളിവാണെന്നും ജോസഫ് ടാജറ്റ് കൂട്ടിച്ചേർത്തു. CPM ഏരിയ കമ്മിറ്റി അംഗം ബാബുവുമായിട്ടുള്ള ജാഫറിന്റെ ഓഡിയോനെ കുറിച്ച് എന്താ പറയാത്തെ? അത് ജാഫറിന് നിഷേധിച്ചിട്ടുണ്ടോ? ബാബു നിഷേധിച്ചിട്ടുണ്ടോ? CPM നേതാക്കന്മാരെ നിഷേധിച്ചിട്ടുണ്ടോ? അബ്ദുൾ ഖാദർ ജില്ലാ സെക്രട്ടറി ഒക്കെ എന്ത് ലാഘവത്തോട് കൂടിയിട്ടാണ് പറയുന്നത്? സംഭവത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടതോടെ യാത്രികരും പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. സംഭവത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തൃശൂർ. കേട്ടറ്റുമായി ബന്ധപ്പെട്ട അധ്യാപകരുടെ ആശങ്കകൾ സർക്കാർ ഗൗരവത്തോടെ കാണുന്നുവെന്ന് മന്ത്രി V ശിവൻകുട്ടി. അധ്യാപകരുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാനാണ് സർക്കാരിന്റെ തീരുമാനം. 2010 മുൻപ് സർവീസിൽ പ്രവേശിച്ച അധ്യാപകരെ പ്രതികൂലമായി ബാധിക്കുന്നതായിരുന്നു സുപ്രീംകോടതി വിധി. അന്നത്തെ നിയമന ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ജോലിയിൽ പ്രവേശിച്ച അധ്യാപകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സുപ്രീംകോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 1/1/2026 കേടെക് യോഗ്യതയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ആ ഉത്തരവിനെതിരെ അധ്യാപക സംഘടനകളുടെ ഭാഗത്തുനിന്ന്
പ്രതിഷേധവും ആ ഉത്തരവിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയുമുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 1/1/2026 ഇറക്കിയിട്ടുള്ള ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള ഉത്തരവ് താൽക്കാലികമായി മരവിപ്പിക്കുകയാണ്. വിദ്യാഭ്യാസാവകാശ നിയമം ലക്ഷ്യമിടുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസമാണെങ്കിലും ദീർഘകാലമായി സേവനമനുഷ്ഠിക്കുന്ന മികച്ച അനുഭവ സമ്പത്തുള്ള അധ്യാപകരെ പിരിച്ചുവിടുന്നത് ഗുണനിലവാരത്തെ തകർക്കുകയേ ഉള്ളൂ എന്ന് മന്ത്രി പറഞ്ഞു. കേട്ടറ്റ് പരീക്ഷ കേരളത്തിൽ ആരംഭിച്ചത് 2012 മാത്രമാണ്. അതിനു മുൻപ് ജോലിയിൽ പ്രവേശിച്ചവരോട് ജോലിയിൽ കയറുമ്പോൾ ഇല്ലാതിരുന്ന ഒരു യോഗ്യത ഇപ്പോൾ നിർബന്ധമാണെന്ന് പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേട്ടറ്റ് വരുന്നതിന് മുൻപ് സർവീസിൽ കയറിയവരെയും അതിനുശേഷം വന്നവരെയും ഒരേ തട്ടിൽ കാണുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 ലംഘനമാണെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. നിലവിൽ യോഗ്യത നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി 2026 ഫെബ്രുവരിയിൽ കേട്ടറ്റ് പരീക്ഷ നടത്തുന്നതിന് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ അധ്യാപക സംഘടനകളുമായും നിയമവിദഗ്ധരുമായും ചർച്ച നടത്തിയ ശേഷം റിവ്യൂ പെറ്റീഷൻ നൽകുന്ന നടപടികൾ വേഗത്തിലാക്കാൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വെള്ളാപ്പള്ളിയുമായി നിരന്തരമായി തർക്കത്തിന് CPIക്ക് താൽപ്പര്യമില്ലെന്ന് ബിനോയ് വിശ്വം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങൾ തീരുമാനിക്കുന്നത് വെള്ളാപ്പള്ളിയല്ലെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. വെള്ളാപ്പള്ളിയെ ചുറ്റിപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും LDFനും ഗൗരവമേറിയ ആ ദൗത്യങ്ങൾ വലതുപക്ഷ വർഗീയവാദ ഫാസിസ്റ്റ് ആശയങ്ങളെ ചെറുത്തുകൊണ്ട് ഇടതുപക്ഷ വിജയം ഉറപ്പാക്കലാണ്. ഇടതുപക്ഷ വിജയത്തിന് വേണ്ടിയുള്ള ശ്രമത്തിൽ എല്ലാ ഇടതുപക്ഷ ബന്ധുക്കളെയും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന വേളയിൽ ആ ശ്രമത്തിൽ എല്ലാ മതനിരപക്ഷവാദികളെയും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വെള്ളാപ്പള്ളിയുമായുള്ളൊരു നിലയ്ക്കാത്ത തർക്കത്തിൽ പോകുന്നത് രാഷ്ട്രീയമായി ഒരിക്കലും ബുദ്ധിപൂർവമല്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് താല്പര്യമില്ലാത്ത ഇടതുപക്ഷത്തിന് ഇടതുപക്ഷ നിലപാടും നയങ്ങളും ശക്തികളും പാർട്ടികളും ഒക്കെ ഉണ്ട്. വെള്ളാപ്പള്ളിയില്ല. കയർ ഉൽപ്പാദനത്തിനുള്ള ചകിരിനാര് ഉറപ്പാക്കാൻ 15 കോടി രൂപയുടെ മെറ്റീരിയൽ ബാങ്ക് ഫോർ കയർ ഫൈബർ സ്കീമുമായി വ്യവസായ വകുപ്പ്. കയർ സഹകരണ സംഘങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഗുണനിലവാരമുള്ള ചകിരിനാര് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. അതേസമയം പദ്ധതി കയർ മേഖലയിലെ ഉൽപ്പാദകരുടെയും തൊഴിലാളികളുടെയും കണ്ണിൽ പൊടിയിടുവാനുള്ള പ്രഖ്യാപനം മാത്രമാണ് എന്നാണ് കയർ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളുടെ ആരോപണം. മന്ത്രി പി രാജീവിന്റെ പ്രത്യേക താൽപര്യപ്രകാരമുള്ള പദ്ധതിക്കായി നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്നാണ് 15 കോടി അനുവദിച്ചത്. ഇതിൽ മെറ്റീരിയൽ ബാങ്കിനുള്ള 5 കോടിയുടെ പദ്ധതിയിൽ ആദ്യ ഗഡുവായി 43.75 ലക്ഷം രൂപ ബജറ്റ് വിഹിതമായി അനുവദിച്ചു. കേരളത്തിലെ കയർ വ്യവസായം പൂർണ്ണതോതിൽ പ്രവർത്തിക്കുവാൻ പ്രതിവർഷം 12 ലക്ഷം കിൻഡിൽ ചകിരി വേണം. എന്നാൽ വാർഷിക ഉൽപ്പാദനം 3 ലക്ഷം കിൻഡിൽ താഴെയാണ്. തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെയാണ് ഇതിനായി ആശ്രയിക്കുന്നത്. ഈ വിഷയത്തിലാണ് സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ. അതേസമയം പദ്ധതി കയർ മേഖലയിലെ ഉൽപ്പാദകരുടെയും തൊഴിലാളികളുടെയും കണ്ണിൽ പൊടിയിടുവാനുള്ള പ്രഖ്യാപനം മാത്രമാണെന്നാണ് കയർ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിക്കുന്നത്. പ്രവർത്തനരഹിതമായി മുന്നോട്ട് പോകുന്ന സഹകരണ സംഘങ്ങളുടെ മേൽ പുതിയ ഒരു ആശയമായിട്ടാണ് അവരിപ്പോൾ ഈ 15 കോടി രൂപ കൊടുത്ത് മെറ്റീരിയൽ ബാങ്ക് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. യാതൊരു കാരണവശാലും നടപ്പിലാകേലാത്തൊരു പദ്ധതി കഴിഞ്ഞ ഓണക്കാലത്തും കയർ കോൺക്ലേവിലും അതിനു മുമ്പുള്ള ഫെസ്റ്റിവൽ സീസണുകളിലൊക്കെ മന്ത്രി നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളോട് താദാമ്യം പ്രാപിക്കുന്ന, അതായത് നടപ്പിലാക്കാത്ത വാഗ്ദാനങ്ങൾ. ഓരോ ഫെസ്റ്റിവൽ വരുമ്പോഴും ഞങ്ങൾ തരാമെന്ന് പറയുന്നതല്ലാണ്ട് ഇതുവരെ അതിനുവേണ്ടി ഒന്നും ചെയ്യാനായിട്ട് ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. സർക്കാരിൻ്റെ സഞ്ചിത നിധിയിൽ നിന്ന് നിശ്ചിത തുക കയർ ഡയറക്ടറുടെയും കയർ ഫണ്ട് MDയുടെയും സംയുക്ത അക്കൗണ്ടിലേക്ക് വകയിരുത്തും. കയർ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അധ്യക്ഷനും കയർ വികസന ഡയറക്ടർ ഫണ്ട് മാനേജറായും രൂപീകരിച്ച ചകിരി സംഭരണ സമിതി കയർ ഫണ്ടും കയർ കോർപ്പറേഷനും ആവശ്യപ്പെടുന്നതനുസരിച്ച് പ്രതിവർഷം 6 മാസത്തെ ഇടവേളയിൽ ഗുണനിലവാരം കർശനമായി പാലിച്ചുള്ള ചകിരിനാരും അസംസ്കൃത വസ്തുക്കളും ടെൻഡർ വഴി ലഭ്യമാക്കും. കയർ ഫെഡിനോ കയർ കോർപ്പറേഷനോ കയർ ഉൽപ്പന്നങ്ങൾ കൈമാറുമ്പോൾ കിട്ടുന്ന വിലയിൽ നിന്ന് ചകിരിയുടെ പണം കയർ ഫൈബർ സ്കീമിൽ തിരിച്ചടയ്ക്കണം. ഇതാണ് പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ കേരളത്തിലെ കയർ വ്യവസായ രംഗത്തെ പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്നും കയർ ഉൽപ്പാദന മേഖലയ്ക്ക് വൻ നേട്ടമുണ്ടാക്കാൻ ഇത് സഹായകമാകുമെന്ന കണക്കുകൂട്ടലിലാണ് വ്യവസായ വകുപ്പ്. അമൃത ന്യൂസ്, ആലപ്പുഴ. കാസർഗോഡ് വീടിന് സമീപം മരത്തിന് മുകളിൽ രാജവെമ്പാലയെ കണ്ടെത്തി. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ വനപാലകർ ഉഗ്രവിഷമുള്ള രാജവെമ്പാലയെ പിടികൂടി ചാക്കിലാക്കി. ഇന്ന് ഉച്ചയ്ക്ക് 1:30 പാമ്പിനെ കണ്ടത്.
ബളാൽ ഗ്രാമപഞ്ചായത്തിലെ മരുതം തുളത്ത് കോരന്റെ വീടിന് സമീപത്തു നിന്നുമാണ് രാജവെമ്പാലയെ പിടികൂടിയത്. മരത്തിൽ നിന്നും താഴെ ഇറക്കിയ ശേഷമാണ് പാമ്പിനെ പിടികൂടിയത്. തുടർന്ന് പാമ്പിനെ വനംവകുപ്പ് ഉൾക്കാട്ടിലേക്ക് കൊണ്ടുവിട്ടു. കാഞ്ഞങ്ങാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ രാഹുലിന്റെ നിർദ്ദേശപ്രകാരം സെഷൻ ഫോറസ്റ്റ് ഓഫീസർ ബാബു, ഉദ്യോഗസ്ഥരായ സുനിൽ സുരേന്ദ്രൻ, സി അനൂപ്, അനീഷ് എണ്ണപ്പാറ എന്നിവർ ചേർന്നാണ് രാജവെമ്പാലയെ പിടികൂടിയത്. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. പമ്പയിലും സന്നിധാനത്തും തിരക്ക് കൂടിയതോടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. മരക്കൂട്ടം മുതൽ ക്യൂ നിന്നാണ് അയ്യപ്പന്മാർ സന്നിധാനത്തേക്ക് എത്തുന്നത്. മകരവിളക്ക് മഹോത്സവം ആരംഭിച്ച ചൊവ്വാഴ്ച മുതൽ തുടങ്ങിയ തീർത്ഥാടന പ്രവാഹം ശബരിമലയിലേക്ക് ഇപ്പോഴും തുടരുകയാണ്. തിരക്ക് കൂടിയതോടെ പമ്പ മുതൽ ആരംഭിക്കുന്ന നിയന്ത്രണങ്ങൾ 18-ാം പടിയും പിന്നിട്ട് സന്നിധാനത്തെ ഫ്ളൈ ഓവർ വരെ നീളുന്നുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടകരാണ് കൂടുതലായി എത്തുന്നത്. ഇന്ന് ഇതുവരെ ലഭ്യമായ കണക്കുകൾ പ്രകാരം 69,172 തീർത്ഥാടകർ ശബരിമലയിൽ എത്തി. വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പരാമർശത്തിൽ സർക്കാരിനെയും CPM-നെയും വിമർശിച്ച് സമസ്ത EK വിഭാഗം നേതാവ് നാസർ ഫൈസി കൂടത്തായി. വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിന് പിന്നിൽ CPM ആണെന്ന് കരുതേണ്ടി വരുമെന്ന് അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. നവകേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട് ധവളപത്രമിറക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നും അദ്ദേഹം ചോദിച്ചു. മലബാറിൽ SNDP യോഗത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല എന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്കെതിരെയായിരുന്നു നാസർ ഫൈസി കൂടത്തായിയുടെ പ്രതികരണം. മുസ്ലിം സമുദായം അനധികൃതമായി പലതും സമ്പാദിക്കുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു. വെള്ളാപ്പള്ളിയുടെ സമുദായത്തിന് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. നവകേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ ധവളപത്രം ഇറക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വെള്ളാപ്പള്ളിയുടെ ഇത്തരം പരാമർശങ്ങൾക്ക് പിന്നിൽ CPM ആണെന്ന് കരുതേണ്ടി വരുമെന്നും തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതെന്നും അദ്ദേഹം തുറന്നടിച്ചു. മലബാറിൽ വെള്ളാപ്പള്ളിയുടെ സമുദായത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല എന്ന് പറയുന്നു. ചില കണക്കുകളുടെ വികൃതികൾ കാണിച്ചുകൊണ്ട് ഈഴവ സമുദായത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ മലപ്പുറത്തും കോഴിക്കോട്ടും കാസർകോട്ടും സാധിക്കുന്നില്ല എന്ന് പറയുന്നു. വസ്തുതാപരമായി ഞങ്ങൾ ചോദിക്കുന്നു, കേരള ഗവൺമെൻറ് ഇതിനെ കാണിക്കുന്ന മൗനം, അല്ലെങ്കിൽ ഇതിനു വേണ്ടി കാണിക്കുന്ന ഒത്താശ, വർഗീയതയ്ക്ക് വേണ്ടി പാലം പണിത് കൊടുക്കുന്ന പിണറായി ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിലേറ്റാൻ തന്നെ സമൂഹം തയ്യാറാകേണ്ടി വരും. കാരണം വെള്ളാപ്പള്ളി നടേശൻ ഇത്രമേൽ വർഗീയത പറഞ്ഞിട്ട് എന്തുകൊണ്ട് കേരള സർക്കാരിന് അയാൾ അടക്കി നിർത്താൻ സാധിക്കുന്നില്ല? മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയത് പ്രത്യേക അജണ്ട വെച്ചാണെന്ന് സംശയമുണ്ട്. വെള്ളാപ്പള്ളിയുടെ ഇത്തരം പ്രസ്താവനകൾ മനസ്സിലാക്കാൻ പ്രബുദ്ധരായ ഹൈന്ദവ സമൂഹത്തിന് കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലപ്പുറവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടത്തുന്ന പരാമർശങ്ങളെ CPM എതിർക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി അതിനോട് മൗനം പാലിക്കുകയാണ്. പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളിലും സാമുദായിക സംഘടനകളിലും വെള്ളാപ്പള്ളിയുടെ പരാമർശം വലിയ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. കായിക വാർത്തകൾ നോക്കാം. ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മാൻ ഗിൽ നായകനാണ്. ശ്രേയസ് അയ്യരും മുഹമ്മദ് സിറാജും ഋഷഭ് പന്തും മടങ്ങിയെത്തി. ശ്രേയസ് അയ്യർ ആണ് ഉപനായകൻ. KL രാഹുൽ വിക്കറ്റ് കീപ്പറാണ്. ഋഷഭ് പന്ത് 2ാം വിക്കറ്റ് കീപ്പറാണ്. ഹാർദിക് പാണ്ഡ്യയ്ക്ക് വിശ്രമം അനുവദിച്ചു. വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിന് വീണ്ടും തകർപ്പൻ ജയം. സഞ്ജു സാംസണിന്റെയും ക്യാപ്റ്റൻ രോഹൻ കുന്നുമലിന്റെയും സെഞ്ചുറി കരുത്തിൽ ജാർഖണ്ഡിനെ 8 വിക്കറ്റിനാണ് കേരളം തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ജാർഖണ്ഡ് 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 311 റൺസ് എടുത്തപ്പോൾ കേരളം 42.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. 78 പന്തിൽ 124 റൺസ് എടുത്ത രോഹൻ കുന്നുമലാണ് കേരളത്തിന്റെ ടോപ്പ് സ്കോറർ. 48 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച സഞ്ജു 90 പന്തിലാണ് സെഞ്ചുറി തികച്ചത്. ടൂർണമെന്റിൽ കേരളത്തിന്റെ 3ാം ജയമാണ് ഇത്.